പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തു നമ്മെ എല്ലാവരെയും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിഗൂഢമാക്കി വച്ചിരിക്കുന്ന വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള 27-ാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനത്തെ വിധിയെക്കുറിച്ച് നമ്മൾ കണ്ടു. എന്താണ് അവസാനത്തെ വിധി? ഈ മനുഷ്യബുദ്ധിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത, അല്ല മനുഷ്യൻ ഭാവനയിൽ മാത്രം കാണേണ്ട, അല്ലെങ്കിൽ ഇന്നുവരെ സംഭവിക്കാത്ത, മനുഷ്യൻ്റെ ബുദ്ധിയിലൊന്നും ഒതുങ്ങാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് കർത്താവ് വെളിപാട് ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അവസാന വിധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഭൂമിയും ആകാശവും ഓടിയൊന്നും അവയ്ക്ക് ഒരു സങ്കേതവും ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് ഭൂമിയും ആകാശവും ഓടേണ്ടത്? ഇപ്പോൾ ആകാശവും ഭൂമിയും അങ്ങനെ സ്ഥായിയായിട്ട് നിൽക്കുകയാണല്ലോ. ഇനി ഇതെങ്ങോട്ടാണ് ഓടേണ്ടത്? ഇത് ഓരോ വർഷവും ഇങ്ങനെ കറങ്ങി കറങ്ങി ഓരോ വർഷം ഉണ്ടാകുന്നു. വർഷങ്ങൾ കൂടുമ്പോൾ നൂറ്റാണ്ടുകൾ ഉണ്ടാകുന്നു. നൂറ്റാണ്ടുകൾ കൂടുമ്പോൾ യുഗങ്ങൾ ഉണ്ടാകുന്നു. യുഗാന്ത്യങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നു. ഇതാണല്ലോ മനുഷ്യൻ്റെ ചിന്തയും പാരമ്പര്യവും കാഴ്ചപ്പാടുകളുമെല്ലാം. എന്നാൽ ഇതിനപ്പുറത്തേക്ക് ഒരു നിശ്ചിത കാലഘട്ടം വരുമ്പോൾ ഇതിൻ്റെ ഭൂമിയുടെ ഘടനയ്ക്ക്, ആകാശത്തിൻ്റെ ഘടനയ്ക്ക്, പ്രപഞ്ചത്തിൻ്റെ ഘടനയ്ക്ക് വലിയ മാറ്റം വരുമെന്നും ആ മാറ്റം സൂര്യനും ചന്ദ്രനും ഭൂമിയും ഇല്ലാതാകുന്നതിന് കാരണമാകുമെന്നും, അങ്ങനെ സൂര്യനും ചന്ദ്രനുമൊക്കെ ഇല്ലാതെയാകുന്നു, ദൂരേക്ക് ഓടിപ്പോകാന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരവസ്ഥയിലേക്ക്, ഒരു ശൂന്യാവസ്ഥയിലേക്ക് പ്രപഞ്ചം മാറ്റപ്പെടുന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് വെളിപാട് ഗ്രന്ഥത്തിലെ വെളിപാട് 20:11 വചനത്തിലേക്ക് വരുമ്പോൾ, അവസാന വിധിയിലേക്ക് വരുമ്പോൾ, അതാണ് ഭൂമിയും ആകാശവും ഓടിയൊന്നു അവയ്ക്ക് സങ്കേതം ലഭിച്ചില്ല. മരിച്ചവരെല്ലാവരും വലിയവരും ചെറിയവരും സിംഹാസനം നിൽക്കുന്ന ഞാൻ കണ്ടു. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. ഇനി നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ, പുതിയ ആകാശവും പുതിയ ഭൂമിയും. അപ്പോൾ ഒരു ചോദ്യം വരും, പഴയ ആകാശവും പഴയ ഭൂമിയും എന്ത് ചെയ്യും? അതാണ് പഴയ ആകാശവും പഴയ ഭൂമിയാണ് ഇത്. ഇപ്പോൾ മനുഷ്യകുലം വസിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഇപ്പോൾ മനുഷ്യൻ വസിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലായി. ചൊവ്വാഗ്രഹത്തിലേക്ക്, ചന്ദ്രനിലേക്കൊക്കെ ആളുകൾ അവിടെ പോകുന്നു, വരുന്നു. അങ്ങനെ ഭൂമിയുടെ വിവിധ തലങ്ങളിലേക്ക് മനുഷ്യൻ വസിക്കുന്നു. അപ്പോൾ ഈ പഴയ ആകാശവും പഴയ ഭൂമിയുമാണിത്. അതിന് കർത്താവ് പറയുകയാണ് വെളിപാട് ഗ്രന്ഥത്തിൽ, ഈ സുവിശേഷത്തിലല്ല, വെളിപാട് ഗ്രന്ഥത്തിൽ. അതായത് നമുക്കറിയാം, ഏകദേശം ഒരു 10 വർഷങ്ങൾക്കപ്പുറം ഒരു AI റോബോട്ട് നടക്കും, സംസാരിക്കും, നമ്മുടെ കൂടെ വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര അങ്ങോട്ട് ബോധ്യമാവുകയില്ല. അല്ലെങ്കിൽ അതൊരു സാങ്കല്പികമായിട്ട് പറഞ്ഞു കാണിക്കുമ്പോൾ ഒരു സയൻസ് അറിയാവുന്ന ഒരാൾ പറഞ്ഞതായിരിക്കും, അതൊരു സാങ്കല്പിക രൂപമായിരിക്കും. ആ ഒരു സ്ത്രീ നമ്മുടെ കൂടെ നടന്നു വരുന്ന സ്ത്രീ ഉണ്ടാവും, അത് കമ്പ്യൂട്ടറാണ്, യന്ത്രമാണ്, അത് നമുക്ക് വേണ്ടി എല്ലാ നന്മകളും ചെയ്യും എന്നൊക്കെ പറയാം. അതൊക്കെ അത്ര സാങ്കല്പികമായിട്ട് അദ്ദേഹം പറഞ്ഞാൽ വിചാരിക്കും. ഇന്ന് അത് നമ്മുടെ കൺമുമ്പിൽ അത് യാഥാർത്ഥ്യമായിട്ട് കാണും. AI റോബോട്ടുകൾ, പുരുഷ റോബോട്ടുകൾ, സ്ത്രീ റോബോട്ടുകൾ, അതിനെ വിവാഹം കഴിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന, നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ യാഥാർത്ഥ്യമായിട്ട് കൺമുമ്പിൽ കാണുന്ന അവസ്ഥയിൽ വരുമ്പോൾ, ഈ വെളിപാട് ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വചനങ്ങളുടെ വസ്തുരൂപവും ശാസ്ത്രീയ രൂപവും നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു. ആ യുഗത്തിലേക്ക് നമ്മളെത്തി. അതുകൊണ്ടാണ് കൊരിന്ത്യർക്കാരുടെ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത്, യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. ആ വചനം പറഞ്ഞു നോക്കുമ്പോൾ ഒരു അന്തിമഘട്ടം, യുഗം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് വരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് 2030 കാലഘട്ടങ്ങളിൽ 1290 എന്ന സംഖ്യ ദാനിയേൽ പ്രവചനത്തിലെ സംഖ്യ തുടങ്ങുമെന്നും, അത് 3.5 വർഷം മുന്നോട്ട് പോയി 2033 ഡിസംബർ മാസത്തിൽ അത് അവസാനിച്ച്, പിന്നെ ആ 1290 കൂടെ 45 എന്ന സംഖ്യ കൂട്ടുമ്പോൾ കിട്ടുന്ന തുക 1335 ദിവസം എന്ന് പറയുന്നത് പിന്നീട് 45 ദിവസമാണെന്നും, അത് 2034 ഫെബ്രുവരി 15 കിടന്ന് പറയുണ്ടായി. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാവുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, പുതിയ ആകാശം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് സൂര്യനുണ്ടോ, അതിനകത്ത് ചന്ദ്രനുണ്ടോ, അതിനകത്ത് നക്ഷത്രങ്ങളുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ പുതിയ ആകാശത്തിൽ ഏറ്റവും വലിയ പുതിയ ആകാശത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സൂര്യനില്ലാത്ത ഒരു ആകാശം എന്നുള്ളതാണ്. ചന്ദ്രനില്ലാത്ത ഒരാകാശം, നക്ഷത്രങ്ങളില്ലാത്ത ഒരാകാശം, സൗരയൂഥങ്ങളില്ലാത്ത ആകാശം, മറ്റ് ഗ്രഹങ്ങളില്ലാത്ത ആകാശം. ഇപ്പോൾ നമുക്കറിയാം, അനേകം ഉൽക്കകളുണ്ട്, അനേകം ഉപഗ്രഹങ്ങളുണ്ട്. അങ്ങനെ ക്ഷീരപഥം എന്ന് പറയുന്നിടത്ത് കൂടാനുകൂടി നക്ഷത്രമുണ്ടെന്നൊക്കെ നമുക്കറിയാം. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പിന്നീട് വരുന്ന പുതിയ ആകാശത്തിൽ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമചതുരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സമചതുരം, ഇത് ഒരു ദീർഘചതുരമാണ്. ഇത് ഞാൻ ഉദാഹരണമായിട്ട് കാണിക്കുകയാണ്. സമചതുരമായിട്ടുള്ള ഒരു സംഭവമാണ് സ്വർഗമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി 2250 കിലോമീറ്റർ നീളവും
2,250 കിലോമീറ്റർ വീതിയും 2,250 കിലോമീറ്റർ ഉയരവും 2,250 കിലോമീറ്റർ കനവുമുള്ള സമചതുരമാണ് സ്വർഗരാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ ആകാശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ സൂര്യനും ചന്ദ്രനും ഇല്ലാത്തതാണ് ഞാൻ പറഞ്ഞു. പിന്നെ പുതിയ ഭൂമി എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കാനുണ്ട്. പുതിയ ഭൂമി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ ഇപ്പോഴത്തെ ഭൂമിയിൽ ഒരു പ്രത്യേകതയുണ്ട്. ആ ഭൂമിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. അത് ശരിക്കും മനസ്സിലാക്കുന്നത് നമ്മളിങ്ങനെ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പെട്രോൾ ഖനനം ചെയ്യുന്നു. പെട്രോൾ ഖനനം ചെയ്യുമ്പോൾ ഖനനം ചെയ്യാനുള്ള ഈ ഒരു സ്ഥലം വേണം. അത് ചെളിയും മണ്ണും ഒക്കെ ആയിട്ടാണ് അതിനകത്ത് ഓയിൽ പുറത്തേക്ക് വരുന്നത്. പിന്നെ അതിനെ പ്രോസസ്സ് ചെയ്യണം, അതായത് സംസ്കരിക്കണം. അതിനെ സംസ്കരിക്കുമ്പോൾ നമുക്ക് പെട്രോൾ കിട്ടും, ഡീസൽ കിട്ടും, ടാറ് കിട്ടും, മണ്ണെണ്ണ കിട്ടും, ഇങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടും. അതെല്ലാം അതിൻ്റെ വേസ്റ്റുകളാണ്, അതതിൻ്റെ മിച്ചം വസ്തുക്കളാണ്. അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് പെട്രോൾ, ഡീസൽ. അതിൽ നിന്ന് പിന്നെ കുറച്ചുകൂടെ മറ്റ് പ്രക്രിയ കുറിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് വലിയ ഹൈഡ്രജൻ പോലുള്ള വാതകങ്ങൾ. അതൊക്കെ അതിൻ്റെ രീതിയിലാണ്. അപ്പം ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് 1, 2, 3, 4, 5 ഘടകങ്ങളായിട്ട് പല ഘട്ടങ്ങളായിട്ട് ഇങ്ങനെ വേർതിരിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന അതിൻ്റെ അവസാനത്തെ ഭാഗമാണ് അതിൻ്റെ ദ്രവ്യാവസ്ഥ, അതിൻ്റെ പൂർണ്ണാവസ്ഥയാണ്. ഇപ്പോൾ ഉദാഹരണം പെട്രോൾ, ഡീസൽ, അതതിൻ്റെ എത്രയോ പ്രോസസ്സിങ് കഴിഞ്ഞ് സംസ്കരണം കഴിഞ്ഞിട്ടാണ് ഏറ്റവും പെട്രോൾ നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ സ്വർണം നമുക്ക് കിട്ടും. സ്വർണം അതിൻ്റെ തങ്കം കൊണ്ട് ആ വസ്തുവിൻ്റെ പൂർണ്ണാവസ്ഥ പ്രാപിച്ചു. തങ്കത്തിനപ്പുറത്തേക്ക് മറ്റൊരു വസ്തുവിന് കടന്നു പോകാൻ പറ്റില്ല. തങ്കം കൊണ്ട് ആ വസ്തു അതിൻ്റെ പൂർണ്ണാവസ്ഥയിലെത്തി. അപ്പോൾ പൂർണ്ണാവസ്ഥ പ്രാപിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലെ ഘട്ടമായിട്ടുള്ള എത്രയോ ഘട്ടങ്ങൾ ഉണ്ട്. അങ്ങനെ ഒരു ഘട്ടവും ഇല്ലാത്ത ഏറ്റവും അവസാനത്തെ ദ്രവ്യാവസ്ഥയായ ആ വസ്തുവിൻ്റെ പൂർണ്ണാവസ്ഥ പ്രാപിക്കുന്ന വസ്തുക്കൾ കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ട ഒരു സ്ഥലമാണ് സ്വർഗരാജ്യം. ഞാനിതിന് മുമ്പ് ഒരു സ്വർഗത്തിൻ്റെ ഘടന എന്ന ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 1 മഴവില്ല്, 2 സ്വർണം, മിന്നൽപ്പിണർ, ശബ്ദം, ഇടിമുഴക്കം, തങ്കം, തീപ്പന്തം, പളുങ്ക്, രത്നം. ഇങ്ങനെ നവവസ്തുക്കൾ കൊണ്ട് 9 വസ്തുക്കളാൽ നിർമ്മിതമാണ് സ്വർഗരാജ്യം. അപ്പം നമുക്ക് പുതിയ ഭൂമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം അതിൻ്റെ 1, 2, 3, 4, 5, 6 ഘട്ടങ്ങൾ പിന്നിട്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇടിമിന്നൽ എന്ന് പറയുന്ന സംഭവം വരണമെങ്കിൽ ആദ്യം ജലം വേണം, പിന്നെ നീരാവി വേണം, അത് മേഘമാകണം, അത് മേഘമായിട്ട് മിന്നൽപ്പിണറിലേക്ക് വരണം. അതിൻ്റെ സമയത്താണ് മിന്നൽപ്പിണർ 2 മേഘങ്ങൾ വരുന്നു, ഇടിമിന്നൽ ഉണ്ടാകുന്നു. ഇടിമിന്നൽ ഉണ്ടാകുമ്പോഴാണ് പിന്നെ ശബ്ദമുണ്ടാകുന്നത്, വെളിച്ചമുണ്ടാകുന്നത്, അഗ്നി ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ 7 വസ്തുക്കൾ 7ാം ഘട്ടത്തിലാണ് അഗ്നിയായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത്. അപ്പോൾ 7ാമത്തെ ഘട്ടം അഗ്നി മാത്രമായിട്ട് നിൽക്കുമ്പോൾ 6 വസ്തുക്കൾ ഇല്ലാതെയാവുന്നു. 6 വസ്തുക്കൾ ഇല്ലാതെ ആ അവസാനം വരുന്ന അഗ്നി മാത്രമായിട്ട് നിൽക്കുന്നു. അതുപോലെ സ്വർണമായാലും രത്നമായാലും മിന്നൽപ്പിണരായാലും ശബ്ദമായാലും ഇടിമുഴക്കമായാലും എല്ലാം ഇതിൻ്റെ 1, 4, 2, 3, 4, 5 ഘട്ടങ്ങൾ പിന്നിടുമ്പോൾ ഏറ്റവും അവസാനം വരുന്ന വസ്തുക്കളാൽ നിർമ്മിതമാണ് സ്വർഗം. അപ്പോൾ പുതിയ ആകാശം എന്ന് പറയുമ്പോൾ ആകാശത്തിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രം ഇല്ലാതെ അവസ്ഥ വരും. അപ്പോൾ തൽസ്ഥാനത്ത് വെളിച്ചം നൽകുവാൻ പിതാവായ ദൈവം, നീതിയുടെ സൂര്യൻ എന്നാണ്, നീതി സൂര്യനേക്കാൾ ശോഭയുള്ളതാണെന്നും ആ നീതിയുടെ വെളിച്ചവും സത്യത്തിൻ്റെ വെളിച്ചവും ആ സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും വെളിച്ചം എന്ന് പറയുന്നത് പിതാവായ ദൈവമായിട്ട്, പിന്നെ പിതാവായ ദൈവമാണ് സൂര്യൻ്റെ സ്ഥാനത്ത് ഉള്ളതെന്നും വിശുദ്ധരെന്ന് പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത് ഭൂമിയെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. ഭൂമിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രത്നങ്ങൾ, ഇടിമിന്നൽ, നക്ഷത്രങ്ങൾ, സ്വർണം, തങ്കം ഇതെല്ലാം വരുമ്പോൾ അതിൻ്റെ 1, 2, 3, 4, 5 ഘട്ടങ്ങൾ ഇല്ലാതെ അതിൻ്റെ ഏറ്റവും അവസാനത്തെ വസ്തുക്കളാൽ നിർമ്മിതമായ ഭൂമി, അതാണ് സമചതുരം ഭൂമി. പിന്നെ ഭൂമി എന്ന് പറയുമ്പോൾ പിന്നെ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ട ഉരുണ്ട ഗോളമല്ല, അത് സമചതുരമാണ്. എന്തുകൊണ്ടാണ് സമചതുരമായിരിക്കുന്നതെന്ന് മുൻ ക്ലാസ് ചെയ്യുന്നുണ്ട്. അത് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ്. ഗോളങ്ങളെല്ലാം ഉരുണ്ടു മാറുന്നതോ രൂപാന്തരപ്പെടുന്നതോ അകന്നു പോകുന്നതോ പൊട്ടിത്തെറിക്കുന്നതോ ആയ ഘടനയോടുകൂടിയാണ് ഗോളങ്ങളെ, ഭൂമിയെ, സൂര്യൻ, ചന്ദ്രൻ എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ ഗ്രഹങ്ങളും ഉരുണ്ടതാണ്. എന്നാൽ സ്വർഗരാജ്യത്തിൻ്റെ പ്രത്യേകത സമചതുരമാണ്. സമചതുരത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ സുസ്ഥിരമായത്, ഉരുണ്ട് മാറാത്തത്, സ്ഥിരതയുള്ളത്, മാറ്റപ്പെടാത്തത്. സമചതുരം സമയത്തിന് ഏറ്റവും വലിയ സൗന്ദര്യമുള്ളത്. ഗോളത്തിൻ്റെ മറുവശം കാണാൻ പറ്റില്ല. സമയതരത്തിനുള്ളിൽ നിന്ന് നമുക്ക് സമയതരത്തിൻ്റെ ഉള്ളിൽ ഏത് ഭാവം കാണാം. അങ്ങനെ എല്ലാ ഭാവം കാണാവുന്നത് കണക്കുള്ളത്, കാൽക്കുലേഷൻ. അതായത് സമയതരം എന്ന് പറയുമ്പോൾ 90 ഡിഗ്രിയാണ് ഓരോ കോണിൻ്റെയും അവസ്ഥ നമുക്കറിയാം. അങ്ങനെ സമയതരം, അങ്ങനെ കൃത്യമായ കാൽക്കുലേഷൻ ഉള്ളതുമായ ഒരു സംഭവമാണ് സമയതരം. ആ സമയതരത്തോടു കൂടിയതാണ് സ്വർഗമെന്ന് നമുക്കറിയാം. അപ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറയുമ്പോൾ പുതിയ ആകാശത്തിൽ പിതാവായ ദൈവമാണ് വെളിച്ചം തരുന്നത്.
പുതിയ ഭൂമിയിൽ എന്താണ് ഈ നവവസ്തുക്കളാൽ നിർമ്മിതമായ, അപ്പോൾ 1, 2, 3 ഘട്ടങ്ങളില്ലാത്ത ഏറ്റവും എൻ്റെ അവസ്ഥ പരിശുദ്ധമായ അഗ്നിയാൽ ദ്രവിക്കാത്ത നശിക്കാത്ത വസ്തുക്കളാൽ നിർമ്മിതമായ സ്വർഗം. അതാണ് പുതിയ ഭൂമി, പുതിയ ആകാശവും പുതിയ ഭൂമി. അതിനകത്ത് എന്താണ് മഴവില്ലുണ്ട്. മഴവില്ലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മഴവില്ല് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഭൂമിയിൽ മഴവിൽ എന്ന് പറയുമ്പോൾ മഴവില്ലുണ്ടാകണമെങ്കിൽ സൂര്യൻ വേണം, സൂര്യൻ്റെ പ്രകാശം ചെരിഞ്ഞു വരണം, മഴയുടെ അന്തരീക്ഷം വേണം, അന്തരീക്ഷത്തിൽ മേഘങ്ങൾ വേണം, സൂര്യപ്രകാശം ചെരിഞ്ഞിട്ടാണ് ഉണ്ടാവേണ്ടത്. അതൊരു നിശ്ചിത ഒക്ടോബർ നവംബർ മാസം വലിയ മഴയും കാറ്റുള്ളപ്പം മഴവില്ലുണ്ടാവുകയില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു മഴവില്ലിനെ സംബന്ധിച്ചുണ്ട്. അപ്പം സ്വർഗത്തിലെ മഴവിൽ എന്ന് പറയുമ്പോൾ ഈ സൂര്യൻ വേണ്ട, മഞ്ഞ് വേണ്ട, മഴ വേണ്ട, ഭൂമി വേണ്ട, സമയം വേണ്ട, അന്തരീക്ഷം വേണ്ട, വായു വേണ്ട, ഒന്നും വേണ്ട, മഴവില്ല് മാത്രം. അപ്പോൾ ആ ഭൂമി എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് ഭൂമി എന്ന് പറയുന്ന ആ സ്ഥാനത്ത്, ഇന്നത്തെ ഭൂമിയുടെ സ്ഥാനത്ത് അന്നത്തെ മഴവില്ല് മാത്രമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു പശ്ചാത്തലമുള്ള സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് വളരെ എല്ലാം നിഗൂഢമാണ് പ്രിയ സഹോദരങ്ങൾ. നമ്മൾ പെട്ടെന്നൊന്നും പറഞ്ഞ് ഇത് ഒരു മനുഷ്യന് ഗ്രഹിക്കാൻ പറ്റുമെന്ന് ആരും വിശ്വസിക്കരുത്. അത്ര നിഗൂഢമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ വെളിപ്പെടുത്തരുന്നത്. മനുഷ്യനൊന്നും പെട്ടെന്ന് വെളിപ്പെടുകയോ സംസാരിക്കുകയോ ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനെ പറഞ്ഞു തരാൻ പോലും പറ്റാത്ത രീതിയിലുള്ള നിഗൂഢതയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനൊരു സംഭവമാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് കർത്താവായ ദൈവം, സർവശക്തനായ ദൈവം വെളിപാട് ഗ്രന്ഥം 21-ാം അധ്യായത്തിൽ പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് വായിച്ചാൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കിയത്, നമ്മൾ വെറുതെ ഒരു ബൈബിൾ എടുത്തിട്ട് വെറുതെ ഒരാൾ ബൈബിൾ അറിയാവുന്ന കുറച്ച് വചനമൊക്കെ അറിയാം, ഒരു വചന പോർഷൻ, അല്ലെങ്കിൽ ഒരു അച്ഛനാണ്, ഒരു പത്രാനൊക്കെ ഒരാളെടുത്ത് വെച്ച് വചനം വായിക്കും പുതിയ ആകാശവും പുതിയ ഭൂമി. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുന്നത് പുതിയൊരു ആകാശം വരും, പുതിയൊരു ഭൂമി വരും എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. പിന്നീട് പുതിയ ആകാശവുമില്ല, പുതിയ ഭൂമിയുമില്ല. അത് സമയതുരമായ ഒരു നഗരമാണ്. ആ നഗരത്തിന് മേലോട്ടുള്ള ഭാഗത്തെയാണ് പുതിയ ആകാശം എന്ന് പറയുന്നത്. ആ നഗരത്തിലെ തറയുടെ ഭാഗം അത് തങ്കം ഇട്ടിരിക്കുന്ന സ്ഥലമാണ്, തങ്കം പൂശിയതാണ്, തങ്കം ഇട്ടിരിക്കുന്ന സ്ഥലമാണ്, തങ്കത്താൽ നിർമ്മിതമാണ്. അതാണ് ഭൂമിയായി നമുക്ക് ചവിട്ടി നിൽക്കാനുള്ള സ്ഥലം. പിന്നെ അതിൻ്റെ അന്തരീക്ഷ അവസ്ഥയാണ് ഈ പറഞ്ഞ മഴവില്ല്, തീപ്പന്തം, 7 തീപ്പന്തം, ആത്മാക്കൾ, അതെല്ലാം പളുങ്കുകടൽ, ജനം, നിർമ്മലമായ പളുങ്കുകടൽ, ജനം, ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ഭൂമിയും പ്രപഞ്ചവും ഇല്ലാതെയാവുകയും മറ്റൊരു പ്രത്യേക സ്ഥലം രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുന്ന ആ സംഭവത്തെയാണ് ലോകാവസാനം എന്ന് പറയുന്നത്. അതായത് ലോകം അവസാനിച്ച് പുതിയ സ്ഥലം വരുന്നു. പുതിയ സ്ഥലം വന്നു കഴിയുമ്പോൾ അവസ്ഥയെക്കുറിച്ചാണ് ഈ പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെക്കുറിച്ച് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്: ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി എന്ന് പറയുമ്പോൾ ആണവ വിസ്ഫോടനത്താൽ പ്രപഞ്ചം ഇല്ലാതെയാകുന്നു, അത് കടന്നുപോയി, ഇല്ലാതെയായിരിക്കും. അതിന് പഴയ ആകാശം പഴയ ഭൂമി എന്ന് പറയാം. പുതിയ ആകാശവും പുതിയ ഭൂമിയാണ് സ്വർഗീയ ജെറുസലേം. കടലും അപ്രത്യക്ഷമായി. കടൽ എന്ന് പറഞ്ഞാൽ 2 കടൽ അപ്രത്യക്ഷമാകും. ഒന്നാമത്തെ കടലാണ് സമുദ്രം, അതായത് അറ്റ്ലാന്റിക് സമുദ്രം, ശാന്തസമുദ്രം, അറബിക്കടൽ എന്നൊക്കെ നമ്മൾ പറയും. അതൊരു സമുദ്രം. ആ സമുദ്രം ഇല്ലാതെയാവുന്നു. അതൊരു ജലം ഭൂമിയിൽ, അത് സ്വർഗത്തിൽ ജലമില്ല, ജലത്തിൻ്റെ ആവശ്യമില്ല, കടലിൻ്റെ ആവശ്യമില്ല, കടൽ അപ്രത്യക്ഷമാണ്. രണ്ടാമത്തെ സമുദ്രം എന്ന് പറയുന്നത് ജനസമുദ്രമാണ്, ജനകോടികളുടെ സമുദ്രം. ഇപ്പോൾ ഇന്ത്യയിൽ 130 കോടി ജനം, ആ 130 കോടി ജനം ഇങ്ങോട്ട് നിന്നാൽ കടൽ പോലെ ജനം ഇങ്ങനെ നിൽക്കുന്ന കാട്ടാണ്. ചൈനീസ് ജനം, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ജനം, അവരൊക്കെ കടൽ പോലെ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ രണ്ടും അപ്രത്യക്ഷമാകും. പിന്നെ അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്ന്, പിന്നീട് മീനിൻ്റെ ആവശ്യമില്ല, കപ്പൽ ഗതാഗതത്തിൻ്റെ ആവശ്യമില്ല, സമുദ്രത്തിൻ്റെ ആവശ്യമില്ല. കാലാവസ്ഥ, സമുദ്രമാണ് കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത്. കാലാവസ്ഥ നിയന്ത്രിക്കുന്നതാണ് ഉത്തര ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് ചൂടുള്ള മഴ, ചൂടുള്ള കാലാവസ്ഥ ഇങ്ങനെ വരുമ്പോൾ ചൂടുള്ള കടൽജലം ഇങ്ങോട്ട് വരുന്നു, കാലവർഷം ഉണ്ടാകുന്നു, മഴ പെയ്യുന്നു, കാറ്റുണ്ടാകുന്നു, ഋതുഭേദങ്ങളുണ്ടാകുന്നു. അപ്പോൾ അതെല്ലാം നിയന്ത്രിക്കുന്ന കടലാണ്. എന്നാൽ പുതിയ ആകാശവും പുതിയ ഭൂമിയിൽ സമുദ്രത്തിൻ്റെ ആവശ്യം ഇല്ല. കാരണം കാലാവസ്ഥയുടെ ആവശ്യമില്ല, മീൻ പിടിക്കേണ്ട ആവശ്യമില്ല, സമുദ്രത്തിൻ്റെ ആവശ്യമില്ല. രണ്ടാമത്തെ സമുദ്രം എന്ന് പറയുന്നത് ജനകോടികളാണ്, ജനത്തിൻ്റെ ആവശ്യമില്ല. പിന്നീട് സെലക്റ്റീവായ ജനങ്ങൾ. അപ്പോഴാണ് സമുദ്രത്തിൻ്റെ ഓരോ വചനവും പ്രിയപ്പെട്ടവരെ വായിച്ചതിൻ്റെ അർത്ഥം ഗ്രഹിച്ചാൽ നമ്മൾ പുളകിതരായിപ്പോവും. നമ്മൾ സ്വർഗീയ സന്തോഷത്തിൻ്റെ പുളകിതരായിപ്പോവും. നമ്മുടെ രോമങ്ങൾ എഴുന്നേറ്റിരിക്കും, നമ്മൾ രോമാഞ്ചം കൊള്ളും. അത്ര മഹത്വത്തിൻ്റെ ഓരോ വചനത്തിലും നിഗൂഢമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വചനങ്ങൾ വ്യാഖ്യാനിച്ച് പറഞ്ഞു തന്നാൽ മണിക്കൂറുകൾ ക്ലാസ് എടുക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ. കേൾക്കുന്ന മനുഷ്യരിങ്ങനെ അന്തം വിട്ടിരുന്നു പോകുന്ന
അതിഭയങ്കരമായ നിഗൂഢ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. മനുഷ്യബുദ്ധിക്ക് അതൊന്നും പെട്ടെന്ന് പ്രാപ്യമല്ല, അപ്രാപ്യമാണ്. ഒരുപക്ഷെ ചിലർ കേൾക്കുമ്പോൾ ഇതൊക്കെ വട്ടാണ്, ഭ്രാന്താണെന്ന് വരെ പറഞ്ഞു പോകും. കാരണം ഇതൊന്നും മനുഷ്യബുദ്ധിക്ക് പ്രാപ്യമല്ല, ഗ്രഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ സർവശക്തനായ പരിശുദ്ധാത്മാവ് ഇതൊക്കെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അതെല്ലാം അതിൻ്റെ കാലഘട്ടങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വെളിപ്പെടുത്തി തരുന്ന സമയത്ത് അപ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് സ്വർഗത്തിലെ കട എന്ന പുസ്തകം തന്നെ തയ്യാറാക്കി വെച്ചിരിക്കണം, പക്ഷെ പ്രിന്റ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കടലും അപ്പുറത്തെ വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അതായത് ഉന്നതമായ ആ സ്വർഗീയ സിംഹാസനം ഒരു പടി കുറച്ചുകൂടെ താഴ്ന്ന് ഈ മനുഷ്യരെ സ്വീകരിക്കുവാൻ, മനുഷ്യ സെലക്റ്റീവായിട്ടുള്ള, അതായത് സമുദ്രം ഓടിയാകുന്നു പറയുമ്പോൾ ഈ പിന്നീട് ഒരു കുറച്ച് ജനസമുദ്രം വരുന്നു, ഒരു പളുങ്ക് കടൽ എന്ന് പിന്നെ പറയുന്നത്, സ്വർഗത്തിൽ പളുങ്ക് കടൽ. അതായത് ഭൂമിയിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ട ക്രിസ്തുവിന്, അതായത് പിതാവാ ദൈവം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ, അതായത് യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ്, സുവിശേഷം ഭൂമിയിൽ വരുന്നതിന് മുമ്പ് പിതാവായ ദൈവത്തിൻ്റെ നിയമങ്ങളും കൽപ്പനകളും പാലിച്ചിരുന്ന ഇസ്രായേൽ ജനവും വിജാതിരായിട്ട് ആരൊക്കെ ഇസ്രായേൽക്കാരെ കണ്ട് അവരുടെ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ച് ജീവിച്ചിരുന്നോ, അവിടെ പിതാവായ ദൈവത്തെ വിശ്വസിച്ചിരുന്ന, ഇസ്രായേൽക്കാരിൽ വിശ്വസിച്ചിരുന്ന, ഇസ്രായേൽ ബലികളിൽ വിശ്വസിച്ചിരുന്ന, ഇസ്രായേൽ പൗരോഹത്തിൽ വിശ്വസിച്ചിരുന്ന വിജാതിരും സ്വജാതിരുമായിട്ടുള്ള എല്ലാ ആളുകളെയും കൂടെ ഉൾക്കൊള്ളുന്ന ഒരു പറ്റം ജനങ്ങൾ, അതൊരു പളുങ്കടലാണ്. അതിൽ നിന്ന് സെലക്റ്റീവായിട്ടുള്ള ആൾക്കാരെയും, രണ്ടാമത് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുകയും ക്രിസ്തു കുരിശിൽ തൂങ്ങി മരിച്ച് തിരുരക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുക്കുകയും ചെയ്ത് മരിച്ചടക്കപ്പെട്ട സ്വർഗത്തിലേക്ക് പോയി വീണ്ടും വരുമെന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം ജനത്തിൻ്റെ ഒരു കൂട്ടം, അതൊരു ജനസമുദ്രം, കുറച്ച് ആൾക്കാരുണ്ട്. അത് എണ്ണത്തിൽ കുറവാണെങ്കിലും, വളരെ കുറവാണെങ്കിലും അതൊരു കുറച്ച് കൂട്ടായ്മയുണ്ട്. മറ്റൊന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ ലേഖനം. അതായത് നമുക്കറിയാം, അപ്പസ്തോലന്മാർ സുവിശേഷം ലോകത്തിൽ പ്രസംഗിച്ചപ്പോൾ സഭയ്ക്ക് പുറത്തുള്ളവർ അനേകം വിജാതിയർ, ഇന്നും വിജാതിയർ, എത്രയോ ഹൈന്ദവ സഹോദരങ്ങൾ, എത്രയോ മുസ്ലിംസ് സഹോദരങ്ങൾ, എത്രയോ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള അക്രൈസ്തവരൊക്കെ കർത്താവായ യേശു ക്രിസ്തുവാണ് സത്യദൈവം എന്ന് വിശ്വസിക്കുകയും ഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് അവർ ധാരാളം ആൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ അവർ മാംസം മുങ്ങിയിട്ടുണ്ടാവുകയില്ല, ഒരുപക്ഷെ അവർ കത്തോലിക്ക സഭയിലേക്ക് വന്നിട്ടുണ്ടാവുകയില്ല, ഒരുപക്ഷെ അവർ വിശ്രുബാനം സ്വീകരിക്കുകയോ സഭയിൽ അംഗത്വമൊന്നുമില്ലാതെ തന്നെ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവാണ് യഥാ സത്യദൈവമെന്ന് അവരുടെ ആ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ അവർ വിശ്വസിക്കുന്നവരുണ്ട്, ഹൃദയത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ജോയൽ പ്രനാൻസ് കർത്താവ് പറയുന്നത്, കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവർ അതിജീവിക്കും. ഈ പ്രശ്നങ്ങളെല്ലാം അതിജീവിക്കുന്നത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. അപ്പോൾ അക്രൈസ്തരായിട്ടുള്ളവരും സഭയ്ക്ക് പുറത്തുള്ള ധാരാളം ആളുകൾ ഒരു നിശ്ചിത സമയം, പ്രത്യേകിച്ച് 2030 കാലഘട്ടം വരുമ്പോൾ, യുഗം അവസാനിക്കുന്ന കാലഘട്ടം വരുമ്പോൾ, കർത്താവായ യേശുവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണം വിളിക്കുന്ന സമയം വരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ ഇറങ്ങി ദൈവസന്നിധി ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ സമുദ്രം അപ്രത്യക്ഷമായി എന്ന് പറയുമ്പോൾ ഈ സുവിശേഷം കേട്ട് വിശ്വസിച്ചിരുന്ന ഒരു പറ്റം ജനങ്ങൾ. അതുകൊണ്ടാണല്ലോ അപ്പസ്തോലന്മാർ വല വീശിയപ്പോൾ 153 മത്സ്യങ്ങളെ അവർക്ക് കിട്ടിയത്. 153 മത്സ്യങ്ങൾ 153 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള 153 ഭാഷയും സംസ്കാരമുള്ള ആ വിഭാഗത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം ശ്രവിച്ച്, അത് നല്ല മാംസം മുങ്ങിയതൊന്നും അല്ല, പന്തകൊസ്തുവാസത്തിൽ കൂടെ വന്നവരല്ല, കർത്താവായ യേശു ക്രിസ്തു ആ സമയത്ത് വിശ്വസിച്ച് യേശുവെ എന്ന് വിളിക്കാൻ രക്ഷ പ്രാപിച്ച് വരുന്നവരാണ് അവരുടെ കൂട്ടം. അങ്ങനെ 3 തലത്തിൽപ്പെട്ട സമുദ്രം, ഭൂമിയിലെ സമുദ്രം അപ്രത്യക്ഷമാകുകയും ഈ 3 വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഒരു കൂട്ടായ്മയും വരും. അതുമാണ് ഈശോ പറഞ്ഞ പളുങ്ക് കടൽ. വെളിപാടിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ പളുങ്ക് കടൽ എന്ന് പറയുന്നുണ്ട്, പളുങ്ക്. അപ്പോൾ നിർമ്മലമായ ജനം എന്നാണ് അതിനർത്ഥം. അത് ഞാൻ മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഇറങ്ങി വരുന്ന സ്വരം ഞാൻ കേട്ടു, വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരുടെ കൂടെ. അതെന്താണ് അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം? ദൈവം കൂടാരം കെട്ടി ജീവിക്കുന്ന ആളാണോ? അല്ല. അത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധി നമുക്ക് കർത്താവ് തരുന്ന ഇതാണ്. ഈ ഭൂമിയിൽ ദാവീദിൻ്റെ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യ കൂടാരമുണ്ടായിരുന്നു. പിതാവ് ദൈവത്തിൻ്റെ കൂടാരം, അതിന് വാഗ്ദാനപ്പെടും. ആ വാഗ്ദാന പേടകം വെച്ചിരുന്ന കൂടാരങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ കൂടാരം ടെൻറ്റ് പോലെ കെട്ടി അതിനുള്ളിൽ ഭദ്രമായിട്ട് മേശയൊരുക്കി അതിനകത്ത് വളരെ പൂജ്യമായിട്ട് കണ്ടിരുന്ന വാഗ്ദാന പേടകം. ആ വാഗ്ദാന പേടകത്തിൻ്റെ ഒരു മോഡൽ അന്ന് അതിങ്ങനെ ഒരു പരിപ്പര പോലെയൊക്കെ ഉണ്ടാക്കി അതിനകത്തൊരു വാഗ്ദാന പേടകമൊക്കെ വെച്ച് ഇങ്ങനെ അവർ പൂജ്യമായി കഴിപ്പിച്ചിരുന്ന ഒരു ചെറിയ സ്വർഗീയ ജെറുസലേമിനെ പോലൊരു കൂടാരത്തിൻ്റെ അകത്തിരുന്ന ആ ദൈവിക സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ
സ്വർഗത്തിൽ അത് പിതാവായ ദൈവത്തിൻ്റെ സ്വർഗരാജ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഭൂമിയിലെ കൂടാരം എന്ന മനുഷ്യൻ്റെ സങ്കല്പം സ്വർഗത്തിലെത്തിയപ്പോൾ സ്വർഗരാജ്യമായിട്ട് മാറി, സ്വർഗീയ ജീവിതമായിട്ട് മാറി, സ്വർഗമായിട്ട് മാറി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇതാ ഭൂമിയിലുണ്ടായിരുന്നപ്പോൾ ആ കൂടാരം, എന്നാൽ ഇതാ അതേ കൂടാരം സ്വർഗത്തിൽ വന്നപ്പോൾ ദൈവത്തിൻ്റെ കൂടാരം, ദൈവം വസിക്കുന്ന സ്ഥലം, സ്വർഗം, സ്വർഗരാജ്യം എന്ന പരമസത്യത്തിലേക്ക് മനുഷ്യൻ കണ്ണുകൊണ്ട് കാണുകയാണ്. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരുടെ കൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും. പിന്നീടുള്ള സംഭവം എന്താണ്? അവിടുന്ന്, അവർ പിതാവായ ദൈവം, ആ ദൈവത്തിൻ്റെ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം, സൂര്യനെ സൃഷ്ടിച്ച ദൈവം, അചരങ്ങളെ സൃഷ്ടിച്ച സർവശക്തനായ ആ പിതാവ്, ദൈവം എന്ന പരമസത്ത, ആ ദൈവം മനുഷ്യരോട് കൂടെ വസിക്കും. പിന്നെ ഭൂമിയിലുള്ള മനുഷ്യരല്ല, സ്വർഗത്തിൽ വസിക്കുന്ന മനുഷ്യരായിട്ട് മാറുകയാണ് നമ്മൾ. മനുഷ്യരുടെ കൂടെ അവിടുന്ന് അവരോട് ഒത്തുവസിക്കും. പിതാവായ ദൈവവും മനുഷ്യരും തമ്മിൽ ഒരുമിച്ച് വസിക്കുന്ന, അതായത് പിതാവായ ദൈവത്തിൻ്റെ ആത്മാക്കൾ ഭൂമിയിൽ മനുഷ്യ ശരീരം എടുത്ത് ഭൂമിയിലാണ് മനുഷ്യ ശരീരം രൂപം കൊള്ളുന്നത്. ഒരു മനുഷ്യനും സ്വർഗത്തിൽ രൂപം കൊള്ളുന്നില്ല. എല്ലാ മനുഷ്യരുടെയും ആത്മാക്കൾ പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ രൂപം കൊണ്ട ആത്മാക്കളാണ്. ആ ആത്മാവാണ് വ്യക്തി, ഒരു വ്യക്തി രൂപമുള്ള ആത്മാവ്, ആത്മീയ രൂപമുള്ള വ്യക്തി. അപ്പോൾ അത് ശരീരം സ്വീകരിക്കുന്ന ഭൂമിയിലാണ്. കർത്താവായ ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ വിവാഹം കഴിക്കുന്ന സ്ത്രീയിലും പുരുഷനും ഒരു കുഞ്ഞ് ജന്മമെടുക്കുമ്പോൾ ശരീരം രൂപപ്പെടുന്നത് ഭൂമിയിലാണ്. നമുക്കറിയാം, ആ ശരീരമുള്ള അതേ മനുഷ്യരെ ദൈവം ആത്മാവും ശരീരവും കൊടുത്ത് സ്വർഗത്തിൽ വീണ്ടും ജീവിപ്പിക്കുന്നതാണ്. അതൊരു വലിയ സംഭവമാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം, നമുക്കിവിടെ മനസ്സും ശരീരവും ആത്മാവും ഉണ്ട്. അപ്പം നമുക്ക് ഈ 3 തലവും നമ്മൾ ഒരു ശരീരമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ ആത്മാവ് എവിടെയാണ് ഇരിക്കുന്നത് കാണാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ ശരീരത്തെ നമുക്ക് കൊണ്ടുകൊണ്ട് കാണാം, അവിടെ ഇവിടെയൊക്കെ തൊട്ടൊക്കെ നോക്കാം, കണ്ണുകൊണ്ട് നമ്മുടെ ശരീരത്തൊക്കെ കാണാം. പക്ഷേ ആത്മാവ് ഹൃദയത്തിലുണ്ട്, നമ്മൾ വിശ്വസിക്കുക, നമ്മൾ കാണുന്നില്ല. മനസ്സിനെ നമ്മൾ കാണുന്നില്ല, മനസ്സ് എവിടെയാണ് ഇരിക്കുന്നില്ല. അപ്പോൾ മനസ്സ് ബുദ്ധിയുടെ തലത്തിലും ആത്മാവ് ഹൃദയത്തിൻ്റെ തലത്തിലുമാണ് ഇരിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നുള്ളൂ. എന്നാൽ കർത്താവ് പറയാണ്, അവർ മനുഷ്യരോടൊത്ത് വസിക്കും, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും. അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിൽ നേരിട്ട് കാണുന്ന അവസ്ഥ, അത് ആത്മാവിൻ്റെ രൂപത്തിലും ദൈവത്തെ കാണാം, ശരീരത്തിൻ്റെ രൂപത്തിലും ദൈവത്തെ കാണാം, മനസ്സിൻ്റെ രൂപത്തിലും ദൈവത്തെ കാണാം. അപ്പോൾ മനസ്സ്, ശരീരം, ആത്മാവുള്ള ഒരു പൂർണ്ണ വ്യക്തി ദൈവത്തെ നേരിട്ട് കണ്ട് ദൈവത്തോട് കൂടി ആയിരിക്കുന്ന അവസ്ഥയെന്നാണ് അതിനർത്ഥം. പ്രിയപ്പെട്ടവരെ, അവർ അവിടുത്തെ ജനമായിരിക്കും. അപ്പോൾ ദൈവം എന്തായി, ഈ വരുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്ന ജനത്തിൻ്റെ കൂടെ അപ്പനും മക്കളും എന്നതുപോലെ, ഒരു കുടുംബം എന്നതുപോലെ ജീവിക്കുന്ന ആ സ്വർഗീയ മഹത്വത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരുടെ കൂടെ ആയിരിക്കുകയും ചെയ്യും. പിന്നീട് ആ കൂടെ ആയിരിക്കുന്നത് എടുത്തു പറയാൻ എന്താ കാരണം? ഈ ഭൂമിയിൽ നമുക്കറിയാം, ഭൂമിയിൽ മനുഷ്യന് ഒരു നിശ്ചിത, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു ധ്യാനമൊക്കെ കൂടി കുറച്ച് മാനസാന്തരമൊക്കെ പെട്ടെന്നൊക്കെ പറഞ്ഞ പോലെ ഒരു 10, 30, 40, 45, 50 വയസ്സാകുമ്പോഴായിരിക്കും നമ്മൾ കർത്താവായ ദൈവത്തെ അറിയുന്നതും ദൈവിക മനുഷ്യനായിട്ട് മാറുന്നതും നമ്മൾ രൂപാന്തരപ്പെടുന്നതും മാനസാന്തരം ഉണ്ടാകുന്നതും വിശുദ്ധി പ്രാപിക്കുന്നതും ഒക്കെ നന്മ പ്രവൃത്തിയിലേ വരുന്നത്. എന്നാൽ അതൊരു നിശ്ചിത സമയത്താണ്. എന്നാൽ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോഴോ അവിടെ പുനർജന്മം, അത് വീണ്ടും ഒരു ഉയർപ്പ് നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ ആ ജന്മം കൊള്ളുന്ന ആ നിമിഷം മുതൽ പിന്നെ എന്നേക്കും പിന്നെ അവിടെ മരണമില്ല, പിന്നെ അവിടെ ശരീരത്തിൻ്റെ ശിശുപ്രായം, ബാല്യം, കമ്മാരി, യവനോ അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല, വാർദ്ധക്യമില്ല, അവിടെ വിവാഹമില്ല, ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല, അവിടെ കുളിക്കുകയോ ബാത്റൂമിൽ പോകേണ്ട ആവശ്യമില്ല. മനുഷ്യ ശരീരം ആത്മാവാൽ നിയന്ത്രിക്കുന്ന ഒരു ശരീരമായിട്ട് വരുമ്പോൾ പിന്നെ ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ഈശോ പറഞ്ഞ വചനം. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആത്മാവാൽ നിയന്ത്രിക്കുന്ന ഒരു ശരീരത്തിന് ഉടമയായിട്ട് നമ്മൾ മാറിക്കഴിയുമ്പോൾ നമുക്ക് വിശപ്പിൻ്റെ ആവശ്യം വരുന്നില്ല, ആത്മാവാണ് നയിക്കുന്നത്, ആത്മാവ് ജീവൻ തന്നുള്ളൂ. അപ്പോൾ അവിടെ ഭക്ഷണത്തിൻ്റെ ആവശ്യം, വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വിശപ്പോ ദാഹമോ ഇല്ല. അതാണ് ആ ഒരു കർത്താവ് അർത്ഥമാക്കുന്നത്. അവിടുന്ന് അവരുടെ കൂടെ ആയിരിക്കും ചെയ്യും, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഭൂമിയിലായിരുന്നപ്പോൾ മനുഷ്യൻ അനുഭവിച്ച കണ്ണുനീര്, ഭാര്യ ഭർത്താവിന് നൽകിയ വേദനകൾ, ഭർത്താവ് ഭാര്യയ്ക്ക് നൽകിയ വേദനകൾ, അപ്പനും അമ്മയും കൂടി മക്കൾക്ക് നൽകിയ വേദനകൾ, മക്കൾ അപ്പനും അമ്മയ്ക്കും നൽകിയ വേദനകൾ, സമൂഹത്തോട് ചെയ്ത വേദനകൾ, വ്യക്തിപരമായിട്ടും സമൂഹപരമായിട്ടും സഭാപരമായിട്ടും രാഷ്ട്രങ്ങൾ പരമായിട്ടും എല്ലാം ഈ മനുഷ്യൻ ഭൂമിയിൽ ചെയ്ത വേദനകൾ, ദുഃഖങ്ങൾ, കണ്ണുനീരുകൾ, തകർച്ചകൾ, സങ്കടങ്ങൾ, ദയനീയമായ അവസ്ഥകൾ, എത്രയോ വിശപ്പും ദാഹവും സഹിച്ച അവസ്ഥകൾ, ഇങ്ങനെയുള്ള ഭൂമിയിൽ സഹിച്ച എല്ലാ വേദനകളുടെയും എല്ലാ കണ്ണുനീരുകളും
സർവശക്തനായ ദൈവം എന്ന പരമസത്ത, ആ ദൈവം അവൻ്റെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും. അപ്പോൾ നമുക്കറിയാം എവിടുന്നാണ് കണ്ണുനീർ. രണ്ട് സ്ഥലം ഉണ്ട്. ഒന്ന് മിഴികളിൽ നിന്നാണ് പറയുന്നു, മറ്റൊരു കണ്ണുനീരെന്ന് പറഞ്ഞു. എന്നാൽ കണ്ണിൽ കണ്ണുനീർ തുടച്ചു മാറ്റുന്നത് കർത്താവ് പറഞ്ഞാൽ പോരെ. എന്താണ് എൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ? മിഴി എന്ന് പറയുന്നത് കണ്ണല്ല. കണ്ണെന്ന് പറയുന്നത് നമുക്ക് പുറത്ത് കാണാവുന്ന കണ്ണാണ്. നമ്മൾ പുറത്ത് നമ്മുടെ കണ്ണുകൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു. നമ്മൾ പറയുന്നത് നമ്മുടെ കണ്ണിനെ നമുക്ക് തൊട്ട് നോക്കാം, അല്ല കണ്ണാടി നോക്കിയാൽ കണ്ണ് കാണാം. എന്നാൽ മിഴിയെ നമുക്ക് കാണാൻ പറ്റില്ല. മിഴി ആത്മാവിൻ്റെ കണ്ണാണ്, മനസ്സിൻ്റെ കണ്ണാണ്, ആത്മാവിൻ്റെ കണ്ണാണ്. ആത്മാവാണ് മിഴി എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാവിലുണ്ടായ ആ കാഴ്ചയുടെ കുറവ്, ആത്മാവിലുണ്ടായ ദുഃഖങ്ങൾ, നിഗൂഢമാക്കി വെച്ച എൻ്റെ വേദനകൾ, എൻ്റെ അപാരമായ ദുഃഖങ്ങൾ, എന്നെ തഴഞ്ഞത്, മറ്റുള്ളവർ തള്ളിക്കളഞ്ഞത്, ഉപേക്ഷിച്ചത്, മറ്റുള്ളവർ ചീത്ത വിളിച്ചത്, എന്നെ ഉപേക്ഷിച്ചത്, അങ്ങനെ എന്തെല്ലാം വേദനകൾ ഹൃദയത്തിൽ ഞാൻ അനുഭവിച്ചോ അതെല്ലാം കർത്താവ്, അതിൻ്റെ എല്ലാം ബഹിർസ്ഫുരണമാണ് ഒരാൾ കരയുക എന്ന് പറയുന്നത്. കണ്ണുനീര്, അത് പിന്നെ മിഴിയുടെ വേദന, മിഴിയുടെ ആകുലത, ദുഃഖമാണ് കണ്ണുകളിൽ കണ്ണുനീരായിട്ട് ഒഴുകി വരുന്നതെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് മിഴിയിൽ നിന്നും കണ്ണുനീർ തുടച്ചു മാറ്റും. മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു മാറ്റും എന്ന് പറഞ്ഞാൽ അവൻ്റെ ആത്മാവ് അനുഭവിച്ച സകല വേദനകളും, ഈ ഭൂമിയിൽ അവൻ 90 വയസ്സ് വരെ ജീവിച്ചാലും 10 വയസ്സ് വരെ ജീവിച്ചാലും ആ കാലഘട്ടങ്ങളിൽ, ഏതെല്ലാം മരിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ വരെ അവൻ അനുഭവിച്ച ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വേദനകൾ എന്നൊക്കെ എന്നേക്കുമായി കർത്താവ് മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു മാറ്റും. അപ്പം അവൻ ആത്മാവിലും മനസ്സിലും അനുഭവിച്ച എല്ലാ വേദനകളും സർവശക്തനായ ദൈവം എടുത്തു മാറ്റും. പിന്നെ അവനൊരു ദുഃഖം എന്നത്, സങ്കടം എന്നത്, വേദന എന്നത്, ആകുലത, ഉത്കണ്ഠ, അസ്വസ്ഥതകൾ, തകർച്ചകൾ, ദുഃഖങ്ങൾ ഒന്നുമില്ലാത്തൊരു പുതിയ സ്ഥലം, ആ ഒരു നിത്യതയുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ വാക്കുകൾ കൊണ്ടൊന്നും അതിനെ വർണ്ണിച്ച് നിങ്ങൾക്ക് തരാൻ ആവുകയില്ല. അത്രമാത്രം അതിമഹത്വവും അതിവിശിഷ്ടവും അതിശ്രേഷ്ഠവുമാണത്. അതുകൊണ്ടാണ് അവിടുന്ന് അവരുടെ മിഴിയിൽ കണ്ണീർ തുടച്ചു മാറ്റും. ഇനി മരണമുണ്ടായിരിക്കില്ല. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അവിടുത്തെ ഏറ്റവും വലിയൊരു സംഭവം അവിടെ പിന്നെ നടക്കുന്നത് നമുക്കറിയാം. ഭൂമിയിൽ നമ്മൾ എത്ര സന്തോഷത്തോടെ ജീവിച്ചാലും, കോടാനുകോടി സമ്പത്തിന് ഉടമയായിട്ട് ജീവിച്ചാലും, നിസ്സാരനായിട്ട് ജീവിച്ചാലും, എല്ലാ മനുഷ്യരുടെയും മേൽ സാത്താനിട്ട ഒരു സംഭവമാണ് മരണം. സമ്പത്തായാലും കോടീശ്വരനായാലും ദരിദ്രനായാലും അവന് മരണം സുനിശ്ചിതമാണ്. ഭൂമി എന്നത് മരണത്തിൻ്റെ തീർത്ഥാടന സ്ഥലം, മരണത്തിൻ്റെ നിറകുടമായ സ്ഥലമാണ്, മരണം വസിക്കുന്ന സ്ഥലമാണ് ഭൂമി. ഭൂമിയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ മരിക്കുവാൻ വേണ്ടി ഒരു ജീവിതമാണ്. മരിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത് പറയാം. കാരണം കുറച്ചു കാലം ജീവിച്ചു, അതിനുശേഷം മരിച്ചു. എന്നാൽ കർത്താവ് പറയാണ് ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. അവൻ്റെ കണ്ണിൽ വേദന തുടച്ചു മാറ്റും. മരണം എന്നൊരു സംഭവം ഇല്ല. പിന്നെയുള്ള എന്താണ്? എന്നേക്കുമുള്ള ജീവൻ മാത്രമുള്ള സ്ഥലം. മരണം, മുറിവ്, ദുഃഖം, വേദന അങ്ങനെ ഒന്നുമില്ല. എന്നേക്കും ജീവൻ, എന്നേക്കും സന്തോഷം. അവന് ഇനി മരണം ഉണ്ടായിരിക്കില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടായിരിക്കില്ല. പഴയതെല്ലാം കടന്നുപോയി. ദുഃഖം, അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ദുഃഖം ഏതാണ്? മനസ്സും ഹൃദയവും കൂടെ വേദനിക്കുന്നതാണ് ദുഃഖം എന്ന്. ഭാര്യ ഭർത്താവിനെ ഡൈവോഴ്സ് ചെയ്യുന്നു, ഭർത്താവ് ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ സഭ. ഇന്നിപ്പോൾ നമുക്ക് കത്തോലിക്ക സഭയിലെ വേദനകൾ നമുക്ക് കാണാം. എത്രയോ പേര് ഹൃദയഭാരം കൊണ്ട് വേദനിക്കുന്നുണ്ടെന്ന് അറിയോ? സഭ കേൾക്കുന്ന ആ മങ്ങലുകൾ, സഭ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ, അതിൻ്റെ പേര് ജനം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, മറ്റുള്ള വിജാതിയുടെ മുമ്പിൽ നമുക്ക് തോന്നുന്ന ലജ്ജ, നാണക്കേട്, ഇതെല്ലാം ഇത്രയും വിദ്യാഭ്യാസം വിവരമുള്ള ഈ മനുഷ്യർക്ക് ഇത് പറഞ്ഞു തീർത്തുകൂടെ? ഒരുമിച്ച് വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ് തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എത്രയോ പേരാണ് ഹൃദയവേദന അനുഭവിക്കുന്നത് ഈ ലജ്ജാകരമായ പ്രശ്നങ്ങൾ കൊണ്ട്. ഇതുകൊണ്ട് എത്രയോ പേരെ സങ്കടം അനുഭവിക്കുന്നു, വേദന അനുഭവിക്കുന്നു. എത്രയോ കുടുംബത്തിൽ ഇതിൻ്റെ പേരിൽ അസ്വസ്ഥ ഉണ്ടാകുന്നു. ഇനിയിപ്പോൾ ഒരാളോട് മാനസാന്തരപ്പെടാൻ പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനുമായിട്ട് ഒരു മദ്യപാന മനുഷ്യരോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ധ്യാനമൊക്കെ ഒന്നുകൂട് സഹോദരൻ മദ്യപാനം. എൻ്റെ പൊന്നു സഹോദരൻ, എന്നോട് നിങ്ങൾ വർത്താൻ പാടില്ല, അവിടെ അച്ഛന്മാരോട് നേരെ നിൽക്കാൻ പറയാൻ പറഞ്ഞു. അച്ഛന്മാരും എത്രാനും കൂടെ ആദ്യം ഒന്ന് ശരിയാകട്ടെ, എന്നിട്ട് പിന്നെ ഞാൻ മനസ്സിലാപ്പെട്ടുള്ളത് പറഞ്ഞു. പിന്നെ ഞാനവിടെ ഒന്നും പറയാനില്ല, നമ്മളവിടെ ഓടി രക്ഷപ്പെട്ടു. കാരണം ഇപ്പോൾ ഇങ്ങനെ മനുഷ്യൻ പറയാൻ തുടങ്ങി. അപ്പോൾ എന്തൊക്കെയാണ് അവൻ്റെ ഹൃദയത്തിലുള്ള വേദന. അങ്ങനെ എത്രയോ പേരെ വിളിച്ചു പറയുന്നത് നമുക്ക് വളരെ ലജ്ജാകരം, വളരെ കഷ്ടം, ഒരുപാട് കുടുംബ തകർച്ചകൾക്ക് കാരണമാകുന്നു. സഭ അതിന് വിശ്വാസം വിശുദ്ധി നശിക്കുമ്പോൾ കുടുംബജീവിതം തകരുന്നു. അതിൻ്റെയൊക്കെ പേരിലുണ്ടാകുന്ന ഹൃദയവേദന ആരോടും പറയാൻ പറ്റില്ല. എല്ലാവരും അത് ഹൃദയത്തിൽ സൂക്ഷിക്കുകയെന്ന്. അല്ല ഹൃദയം കൊണ്ടിരുന്ന് ദൈവമേ ഇതിന് പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിലെ വേദന. അതുകൊണ്ട് കർത്താവ് പറയാണ്, എന്താ പറയുന്നത്? ഇനിമേൽ ദുഃഖമോ മുറവിളിയോ. എന്താണ് ഈ മുറവിളി? ഇതിനെതിരെ ഉള്ള മുറവിളി, നീതിക്ക് വേണ്ടിയുള്ള ശബ്ദമാണ് മുറവിളി എന്ന് പറയുന്നത്.
അതാണ് ഈ മുറവിളി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ? ഇതെല്ലാം ദൈവം അർത്ഥമാക്കി വെച്ചിരിക്കുന്ന നിഗൂഢ വചന രഹസ്യങ്ങളുണ്ട്. മുറവിളി എന്ന് നമുക്കറിയാം, ഇന്ന് സഭയിൽ നടക്കുന്ന അസ്വസ്ഥയ്ക്ക് എതിരെ അവരെ മുറവിളിക്കുന്നുണ്ട്. നീതിക്ക് വേണ്ടി മുറവിളിക്കുന്നു, നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നു, നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നവർ, നീതിക്ക് വേണ്ടി തല്ലുവാങ്ങുന്നവർ, നീതിക്ക് വേണ്ടി ജയിലിൽ കിടക്കുന്നവർ, അത് സഭയിലായാലും സഭയ്ക്ക് പുറത്തായാലും എവിടെയും ഒരു മുറവിളിയുണ്ട്. നീതിക്ക് വേണ്ടി, കാരണം മുനമ്പ പ്രദേശത്തെ ജനങ്ങൾ അവരും നീതിക്ക് വേണ്ടി അവർ മുറവിളിക്കുന്നു. സിറിയയിലെയും ഈജിപ്ത്, ലെബനോനിലേക്ക് ക്രിസ്ത്യാനികൾ നീതിക്ക് വേണ്ടി മുറവിളിക്കുന്നു. അത് നമുക്കൊരു ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നീതിക്ക് വേണ്ടി മുറവിളിക്കുന്നത്. ഇനി മുറവിളി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് നീതി തരണമേ, ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ എന്ന് പറഞ്ഞ് ആരും ഇനി എങ്ങോട്ടും ഓടാൻ ആവശ്യമില്ല. കാരണം നീതിയിൽ നിങ്ങൾ ജീവിക്കും, നീതിയിൽ നിവസിക്കും. അടുത്ത സമയം ദുഃഖമോ മുറവിളിയോ വേദന ഉണ്ടായിരിക്കില്ല. ശരീരത്തിന് പിന്നെ മുറിവ് വെക്കേണ്ട പ്രശ്നമില്ല. നമ്മൾ പണിയെടുക്കാൻ വേണ്ടി പോയി വാക്കത്തി കൊണ്ട് വെട്ടി കൈ മുറിഞ്ഞു, കാല് മുറിഞ്ഞു, മുള്ളുകൊണ്ടു, അല്ലെ കാലെ കുറ്റി കൊണ്ടു, ഇത് എല്ലാം വേദന, രക്തം ചിന്തുന്ന വേദന. അതുകൊണ്ട് മനുഷ്യ ശരീരത്തിന് പിന്നീടൊരു മുറവിളിയോ ദുഃഖമോ മുറിവോ വേദനയോ, കാല് നീര് വന്നു, കാലൊടിഞ്ഞു, കാല് മടങ്ങി, കയ്യ മുറിവ് പറ്റി, ഹൃദയത്തിൽ ഇത് കരളിന് വേദന വന്നു, ക്യാൻസർ ഉണ്ടായി, അങ്ങനെ ഒരു പ്രശ്നം. അങ്ങനെ കഥാവ് പറയണത്. പിന്നെ ആത്മാവാണ് ജീവൻ നൽകുന്നത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ലെങ്കിൽ ആ ആത്മാവ് ശരീരത്തിന് വേണ്ടുന്ന എല്ലാം പ്രദാനം ചെയ്യുകയാണ്. വിശപ്പിൻ്റെ സ്ഥാനത്ത് വിശപ്പില്ലാത്ത അവസ്ഥ, ദുഃഖത്തിൻ്റെ സ്ഥാനത്ത് ദുഃഖമില്ലാത്ത അവസ്ഥ. ആത്മാവാണ് ദൈവാത്മാവ്. ദൈവാത്മാവ് സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, ഒരു വലിയ മഹത്വത്തിൻ്റെ, വലിയ എന്താ പറയുക, നിർവൃതിയുടെ, നിത്യസന്തോഷത്തിൻ്റെ, നിത്യ ആനന്ദത്തിൻ്റെ ഒരു ഉടമസ്ഥനായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പഴയ ഈ സംവിധാനങ്ങളെ എല്ലാം മാറ്റി പുതിയ ആകാശവും പുതിയ ഭൂമിയും തരുമ്പോൾ കർത്താവ് പറയുകയാണ്, ഇനി ഇവിടെ ദുഃഖമോ മുറവിളിയോ ഒന്നും ഉണ്ടായിരിക്കില്ല. പഴയതെല്ലാം കടന്നുപോയി, അവൻ്റെ ആത്മാവിൻ്റെ വേദനകളെല്ലാം മാറി പുതിയൊരു സംഭവത്തിൽ ജീവിക്കുന്ന അവസ്ഥ കർത്താവിന് മനുഷ്യന് തരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ, പ്രിയപ്പെട്ടവരെ, ഇത് ഇത്ര നിഗൂഢമാണ് ഒരു വചനത്തിൽ. അല്ലാതെ ഇനി പുതിയൊരു ഭൂമി ഉണ്ടാകുമ്പോൾ അവിടെ ചക്ക കായ്ക്കും, മാങ്ങ കായ്ക്കും. യേശുവിൻ്റെ കൂടെ പലരും പറയുന്നുണ്ട്, ചില ആളുകൾ എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, പുതിയ ആകാശം പുതിയ ഭൂമി വരുന്നുണ്ട് ബ്രദറെ, നിങ്ങൾ തെറ്റായി പഠിപ്പിക്കരുത്. അവർ പറയുന്നത് വെച്ചാൽ ഈ ദുഷ്ടന്മാരെയൊക്കെ നശിപ്പിച്ച് നല്ല മനുഷ്യരും ആൾക്കാരുമായിട്ട് യേശു ഭൂമിയിൽ വരും. അങ്ങനെ നമുക്ക് ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും മാവേൽ മാങ്ങപ്പഴം ഉണ്ടാവും. എപ്പോഴും ഇങ്ങനെ ആപ്പിൾ കായ്ച്ചു കിടക്കും, നമുക്ക് പറിച്ച് തിന്നാൽ മതി. നമുക്ക് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ പനിനീര് പോലെ ഇരിക്കുന്ന വെള്ളം, അത് നമുക്ക് അന്തരീക്ഷത്തിൽ വേണമെങ്കിൽ കിട്ടും. അതൊരു പാത്രത്തിൽ എടുത്ത് വെച്ചാൽ ആ വെള്ളം തീരുകയില്ല. നമുക്ക് മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാം ഭൂമിയിൽ ലഭിക്കും. ഭൂമിയിൽ തന്നെ ഒരു പുതിയ ആകാശം പുതിയ ഭൂമിയും വെച്ച് വലിയ മഹത്വത്തോടെ മനുഷ്യൻ യേശുവിൻ്റെ ക്രിസ്തുവിൻ്റെ കൂടെ 1000 വർഷം വാഴും, ജീവിക്കും. അതിനുശേഷമാണ് പിന്നീട് പുതിയ ആകാശം പുതിയ ഭൂമി. പ്രിയ സഹോദരി, ഇതൊക്കെ നമ്മുടെ അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ അജ്ഞത എന്ന് പറയുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവർക്ക് ഇതുപോലെ വെളിപ്പെട്ട് കിട്ടിയാലേ അവർക്കും പഠിക്കാൻ പറ്റുള്ളൂ. പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, എന്താണ് പുതിയ ആകാശം? സൂര്യചന്ദ്രനില്ല. അതിന് പുതിയ ഭൂമി എന്ന് പറയുമ്പോൾ എന്തായി? ഈ പറഞ്ഞ വസ്തുക്കളാൽ നിർമ്മിതമായ സ്ഥലമാണ് ഭൂമി. എന്താണ്? മഴവില്ല്, സ്വർണം, മിന്നൽ പിണര്, ശബ്ദം, ഇടിമുഴക്കം, തങ്കം, തീപ്പന്തം, പളുങ്ക്, രത്നം, വസ്തുക്കളാൽ 9 വസ്തുക്കളാൽ നിർമ്മിതമായ സ്ഥലമാണ് സ്വർഗരാജ്യം. അവിടെയാണ് പുതിയ ആകാശവും ഭൂമി. അത് തന്നെയാണ് പുതിയ ആകാശം ഭൂമി. അപ്പോൾ അവിടെ പിന്നെ ഒരു ചെടികളോ മരങ്ങളോ നക്ഷത്രങ്ങളോ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. അവിടെ മനുഷ്യന് വേണ്ടുന്ന അവൻ്റെ ശരീരത്തിൽ തന്നെ കർത്താവ് കൊടുക്കുകയാണ്. പിന്നീടുള്ള സ്വർഗരാജ്യം, സ്വർഗീയ മഹത്വം എന്ന് പറയുന്നത് അവൻ്റെ ആത്മാവ് തന്നെ അവൻ ആവശ്യമുള്ളത് നൽകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ പുതിയ ആകാശം പുതിയ ഭൂമി. അപ്പോൾ പുതിയ ആകാശം പുതിയ ഭൂമിയിലല്ല. യുഗാന്ത്യത്തിന് ശേഷം 2013 ശേഷം പുതിയ ആകാശം പുതിയ ഭൂമി ഇവിടെയല്ല. ഈ ഭൂമി കത്തിച്ചാമ്പലാകുകയും ഇത് നിത്യപാതാളമായിട്ട് മാറുകയും ചെയ്യും. അതാണ് നമ്മൾ. അപ്പോൾ ആകാശം, സ്വർഗവും സ്വർഗരാജ്യവും ഉണ്ടോ, പാതാളവും അങ്ങനെ സംഭവം ഉണ്ടോ എന്നറിയാൻ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട, നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം ഇതാണ്. ആണവ ബോംബുകളാണ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോല്. ഈ ആണവ ബോംബിന് സ്ഫോടനത്താൽ ആണവ ബോംബുകൾ പൊട്ടിയാൽ സ്വർഗം എന്നതും പാതാളം എന്നതും രൂപം പ്രാപിക്കും. ഇപ്പം ആണവ ബോംബ് പൊട്ടിയാൽ നമുക്കറിയാം 1 കോടി ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂട് പുറത്ത് വരും നമുക്കറിയാം. അത് പുറത്ത് വരാത്തിടത്തോളം കാലം അതങ്ങനെ ശാന്തമായിട്ടിരിക്കും. അത് പൊട്ടുന്ന സമയത്താണ് ഈ ചൂട് ഭൂമിയിൽ പുറത്ത് വരുന്നത്. അതുവരെ നമുക്ക് ചൂടിനെ കാണാൻ പറ്റില്ല. എന്നതുപോലെ തന്നെ ആണവ സ്ഫോടനം നടക്കുന്ന ഈ സംഭവം നടക്കുമ്പോൾ പിന്നീട് ഭൂമി സംഭവിക്കുന്നതാണ് പുതിയ ആകാശവും പുതിയ ഭൂമി. അത് സ്വർഗം, ഒന്ന് സ്വർഗമായിട്ടും മറ്റൊന്ന് പാതാളമായിട്ടും. പ്രപഞ്ചം 2 വസ്തുക്കളാൽ തിരികെയും, 2 വസ്തുക്കളാൽ പ്രപഞ്ചം
മാറ്റപ്പെടുകയും മറ്റ് പ്രപഞ്ചത്തിൻ്റെ അസ്വസ്ഥതകളും ഗ്രഹങ്ങളും എല്ലാം ഇല്ലാതാക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുന്നത്. ഇത് യുഗാന്ത്യത്തിന് ശേഷം 2033 ഡിസംബർ 31 ശേഷം വരുന്ന ഗോഗ് മാഗോഗ് യുദ്ധത്തിന് ശേഷം വരുന്ന 45 ദിവസത്തിന് ശേഷം വരുന്ന ആ സമയം, അതിൻ്റെ ഡേറ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേട്ടുള്ളവർ കേൾക്കാത്തൊരു പുറകോട്ടുള്ള സ്വർഗത്തിൻ്റെ ഘടന എന്ന വസ്തുക്കൾ പോയി നിങ്ങൾ കണ്ടുകേട്ട് പഠിക്കുക പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് പുതിയ ആകാശം പുതിയ ഭൂമി എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി നിങ്ങളിൽ സംശയമുണ്ടാകരുത്. അപ്പോൾ ഇതെല്ലാം ഇത്രയും വിശദമായിട്ട് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഇത്രയും നിഗൂഢ രഹസ്യങ്ങളെ ഇത്രയും വെളിപ്പെടുത്തി നിങ്ങളോട് സംസാരിക്കുന്നത് എന്താവശ്യം വേണ്ടിയിട്ടാണ്? ഒറ്റ ആവശ്യമുള്ളൂ, ഒരേ ഒരു ലക്ഷ്യമേ എനിക്കുള്ളൂ, ഒരേ ഒരു ലക്ഷ്യമേ വിശുദ്ധ ഗ്രന്ഥത്തിനുള്ളൂ, ഒരേ ഒരു ലക്ഷ്യമേ സുവിശേഷത്തിനുള്ളൂ, ഒരേ ഒരു ലക്ഷ്യമേ ബൈബിളിലുള്ളൂ. ആ വചനം ഒരു മനുഷ്യൻ പോലും ക്രിസ്തുവിനെ അറിയാതെ, യേശുവിനെ സ്നേഹിക്കാതെ, യേശു പറഞ്ഞതുപോലെ ജീവിക്കാതെ ഈ ലോകത്ത് കടന്നു പോകരുത്, മരിച്ചു പോകരുത്. എല്ലാ മനുഷ്യരും ഇതൊരു പരമയാഥാർത്ഥ്യമാണ്, സത്യമാണെന്ന് ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ കൂടെ കേട്ട് മനസ്സിലാക്കി ഈ സത്യത്തിൽ എത്തിച്ചേരണം. അതിനുവേണ്ടി ചില സഹനങ്ങൾ ചിലപ്പോൾ ഏറ്റെടുക്കേണ്ടി വരും. അതിന് ചിലപ്പോൾ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കേണ്ടി വരും. അതിന് ചിലപ്പോൾ ധ്യാനങ്ങൾ പലതും കൂടേണ്ടി വരും. അതിന് ചിലപ്പം നിയോഗ പ്രാർത്ഥനകൾ ചെയ്യേണ്ടി വരും. അതിന് ചിലപ്പോൾ നല്ലൊരു കുമ്പസാരിക്കുകയും ഏകദിന പ്രോഗ്രാം ചെയ്യും. ഒരുപാട് നന്മ പ്രവൃത്തികൾ, പ്രത്യേകിച്ചും പണമൊക്കെ മറ്റുള്ളവർക്ക് കൊണ്ട് കൊടുത്ത്, മറ്റുള്ളവരെ സ്നേഹിച്ച്, മറ്റുള്ളവർ നമ്മളെ കഴിയാവുന്നതിനപ്പുറത്തേക്ക് യേശുവിന് വേണ്ടി ഈ നിത്യമഹത്തിലേക്ക് ചേരാൻ വേണ്ടി നമ്മൾ ക്രിസ്തുവിന് വേണ്ടി എല്ലാം ചെയ്യണം. അതുകൊണ്ടാണ് കർത്താവ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 59 കർത്താവ് പറയാണ്, അവസാന ചില്ലിക്കാശും കൊടുത്തു വിടുന്നവരെ സത്യമായി നീ അവിടെ പുറത്തു വരികയില്ല. ഈ മുറവിളിയും നമ്മൾ ഇരുന്ന് കേട്ടല്ലോ, ദുഃഖമോ മുറവിളിയോ വേദന ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 59 പറയുന്നുണ്ട്, അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, അതാണ് ഞാൻ പറഞ്ഞത്. ഭൂമിയിൽ നമ്മൾ അവസാന ചില്ലിക്കാശും കൊടുത്തു വിടുന്നവരെ. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ കണക്കുകൾ തീർക്കാനുണ്ട്. നമ്മൾ കൃത്യമായ കണക്കുകൾ നമ്മൾ തീർക്കാൻ പഠിക്കണം. നമ്മുടെ മാതാപിതാക്കന്മാർക്ക് തമ്മിലോ, മക്കളും അപ്പനും തമ്മിലോ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലോ, അയൽപക്കാരും ബന്ധുക്കളും തമ്മിലോ, അല്ലെ സഭയും നമ്മളും തമ്മിലോ, അല്ലെ വിജാതിരും നമ്മളും തമ്മിലോ ആർക്കെങ്കിലും 1 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ ആ 1 രൂപ കൊടുക്കണം. 1 രൂപ കിട്ടാനുണ്ടെങ്കിൽ, നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റുവാണെങ്കിൽ ക്ഷമിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് കണക്ക് പറഞ്ഞ് മേടിക്കാൻ പറ്റും. നീ എനിക്ക് 1 രൂപ തരാനുണ്ടെന്ന് പറഞ്ഞാൽ അത് ചോദിച്ച് മേടിക്കാം. ഇനി തന്നില്ലെങ്കിൽ ക്ഷമിച്ചേക്കുക, അത് അവന് വിട്ടുകൊടുത്തേക്കുക. പക്ഷേ നമ്മൾ അവസാന ചില കാശ് ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതെല്ലാം കൊടുത്തൊരുങ്ങിയിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൻ്റെ ശംഖുലികൾ, അതിൻ്റെ മാറ്റൊലികൾ, അതിൻ്റെ ലക്ഷണങ്ങൾ, ആത്മീയവും ഭൗതികമായ എല്ലാവിധ ലക്ഷണങ്ങളും, മൂല്യച്യുതികൾ, വിശ്വാസരാഹിത്യം, വിശ്വാസ തർക്കങ്ങൾ, സഭാ തർക്കങ്ങൾ, സഭയുടെ മൂല്യച്യുതികൾ, കുടുംബ തകർച്ചകൾ, സാമൂഹിക തകർച്ചകൾ, അനീതികൾ, അസ്വസ്ഥതകൾ എല്ലാം സമൂഹത്തിലും അതിൻ്റെ തലങ്ങളിൽ വ്യാപിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇതാ അവൻ വാതിൽക്കൽ എത്തിയിരിക്കുന്നു. എൻ്റെ സ്വരം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവനിൽ വന്ന് വാസമാവുകയും അവനെ ഞാൻ രക്ഷിക്കുകയും ചെയ്യും. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ ചിന്തിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൻ്റെ ഒരുക്കം ഈ സമയം മുതൽ നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ധ്യാനങ്ങളായിട്ട് പോകണം. അടുത്ത മാസം കല്ലംകുളത്ത്, പ്രിയപ്പെട്ടവരെ, കല്ലംകുളത്ത് ഫെബ്രുവരി 6, 7, 8 തീയതികളിൽ ധ്യാനമുണ്ട്. അവിടെ കഴിയുന്നത്ര ആളുകൾക്ക് വരാൻ സാധിക്കുന്നവർക്ക് അവിടെ വരാം. അടുത്ത പ്രാവശ്യം ഞാനും അവിടെ കല്ലംകുളത്തേക്ക് വരുന്നുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ അവിടെ വരാം. അവിടെ നല്ല ക്ലാസ്സുകളും ധ്യാനങ്ങളും ആരാധനകളുമുണ്ട്. അധികം സമയം നമുക്ക് ഇനി അടുത്ത വർഷം കൂടാം, അല്ലെങ്കിൽ അടുത്ത മാസം കൂടാമെന്നൊന്നും ആരും ചിന്തിക്കരുത്. ഏതു നിമിഷവും ധ്യാനങ്ങൾ നിന്നു പോകാം, അതിൻ്റെ പശ്ചാത്തലങ്ങൾ വരാം. അതിനാൽ ഈ കിട്ടുന്ന അവസരം, അടുത്ത 1 മാസം നമുക്ക് ദൈവം അനുവദിച്ചെങ്കിൽ ആ ഒരു കിട്ടുന്ന അവസരത്തെ അതിശക്തമായിട്ട് നമ്മൾ ഉപയോഗിച്ച്, അതിശക്തമായിട്ട് നമ്മൾ അതിൻ്റെ ആ സാഹചര്യത്തെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒന്ന് ധ്യാനം കൂടി വിശുദ്ധി പ്രാപിച്ച് ഒരുങ്ങിയിരുന്നു. ഏതു നിമിഷവും ലോകത്തിൽ എന്തു സംഭവിക്കാം. അങ്ങനെ ലോകം മുന്നോട്ട് പോവുകയാണ്. അത് കർത്താവിൻ്റെ ആ വരവിൻ്റെ ആ കാലഘട്ടത്തിൽ പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് വരാൻ വേണ്ടി പോകുമ്പോൾ ഈ പഴയ ആകാശവും പഴയ ഭൂമിയും അതിമോശം, അതിമലിനമാക്കപ്പെടും. അതായത് പൈശാശക്തികളുടെ തിന്മകൾ, അശുദ്ധിയും മ്ലേച്ഛതയും വിശ്വാസരാഹിത്യവും വിശുദ്ധി നഷ്ടപ്പെടുന്ന അവസ്ഥയെല്ലാം ഈ പഴയതിനകത്ത് വളരെയേറെ കൂടി വരുമ്പോൾ ഇത് വളരെ മലിനമായിട്ട് മാറും. അപ്പോൾ അതിൽ നിന്നും നമുക്ക് രക്ഷ പ്രാപിക്കാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കൂടെ ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുള്ള പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മളെല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പോകുമ്പോൾ നമുക്കറിയാം, ഇതിനേക്കാൾ വലിയൊരു നിഗൂഢ രഹസ്യം ഇനി അടുത്ത ക്ലാസ്സിൽ പറയേണ്ടതായിട്ടുണ്ട്. അത് വെളിപാട് ഗ്രന്ഥത്തിൽ 21-ാം അധ്യായത്തിൽ 5-ാം തിരുവചനം, വലിയൊരു ശാസ്ത്രീയ രഹസ്യം കൂടെ ഇതിനകത്ത് കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ക്ലാസ് അടുത്ത പ്രാവശ്യം തരാം.
അതിനെ പ്രിയസങ്ങളെ കർത്താവ് യേശു നമ്മൾ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് യേശു ക്രിസ്തു തിരുരത്വം നമ്മൾ കോട്ടയിട്ട് സംരക്ഷിക്കട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ, നമ്മളെ നിയന്ത്രിക്കട്ടെ, പരിശുദ്ധമായ ശക്തി കൊണ്ട് നമ്മളെ നിറയ്ക്കട്ടെ. ആമേൻ.